ഒരാഴ്ച കഴിഞ്ഞു. കോൺഗ്രസ് ഇതുവരെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചിട്ടില്ല. ഹൈക്കമാൻഡ് തീരുമാനം വൈകുന്നത് തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ കഴിവുകേടാണ്. VD സതീശൻ ആകണമെന്ന ജനങ്ങളുടെ ആവശ്യം തന്നെ കോൺഗ്രസിനല്ല VD സതീശനാണ് വോട്ട് ചെയ്തതെന്ന രീതിയിലാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത്. ജനങ്ങളെയും പാർട്ടി അനുഭാവികളെയും പിണക്കാനും പറ്റില്ല. തങ്ങളുടെ താല്പര്യം നടക്കുകയും വേണം. ഈ കടുംപിടുത്തം കോൺഗ്രസിനെ തകർച്ചയിൽ എത്തിക്കും. തകർന്ന കോൺഗ്രസിനെ അധികാരത്തിലെത്തിച്ചതിൻ്റെ 50% ക്രെഡിറ്റും VD സതീശന് തന്നെയാണ്. മലയാളികൾക്കിടയിൽ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇടയിൽ അദ്ദേഹം ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് വളരെ വലുതാണ്. സൗഹൃദമായ പെരുമാറ്റം, വിനയം, ആഴത്തിലുള്ള അറിവ്, കണക്കുകൾ കൂട്ടി കൃത്യമായ മറുപടിയും സംവാദ ശൈലിയും, കേരളത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, വിലക്കയറ്റത്തെ ചെറുക്കാനുള്ള സംരംഭങ്ങളുടെ സാധ്യത, ചെറുപ്പക്കാരുടെ വൈബ് അറിയാനുള്ള കഴിവ്, സ്പോർട്സ് വളർത്താനുള്ള താല്പര്യം, ഇതെല്ലാം കേരളത്തിന്റെ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠയോടെ നോക്കിക്കാണുന്ന മലയാളികളുടെ ഹൃദയം അദ്ദേഹം കവർന്നെടുത്തു. ഇപ്പോൾ കോൺഗ്രസ് നിലവാരമില്ലാത്ത സിമന്റ് ഇട്ട കോൺക്രീറ്റ് പോലെയാണ്. തമിഴ്നാട്ടിൽ അണ്ണൻ മദ്യശാലകൾ പലതും അടപ്പിച്ചു തുടങ്ങി. ഇവിടെ മന്ത്രിയുടെ പേര് പോലും വന്നിട്ടുണ്ടോ? ജനങ്ങളുടെ ഹിതം അവഗണിച്ച് ജനാധിപത്യത്തിന് മേലെ രാഷ്ട്രീയാധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമമാണ്. നിങ്ങളുടെ ആഗ്രഹം, ആവശ്യം VD സതീശൻ മുഖ്യമന്ത്രിയാകുന്നതാണോ അതോ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതാണോ? കമന്റ് ചെയ്യുക.